ഗ്രാമീണ ജനതയുടെ ഓണശീലങ്ങളിൽ ഇന്നും മാഞ്ഞുപോകാത്ത അനുഷ്ഠാനമാണ് ചെറുവത്തൂർ കാരിയിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ അമ്പെയ്ത്ത്. ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകളിലാണ് നാടിന്റെ പാരമ്പര്യം തലമുറകളിലൂടെ കൈമാറി വന്ന ഈ വേറിട്ട ചടങ്ങ് നടക്കുന്നത്. This news sponsored by ഇന്ന് തന്നെ അടുത്തുള്ള ഷോറൂം സന്ദർശിക്കൂ. ഇത് ഓണ ആഘോഷം ഉത്രാടത്തിന് തുടങ്ങുന്നതാണ്. ഉത്രാടത്തിൻ്റെ തലേന്നാൾ കാവക്കാർമാരെ കയറ്റുകാരെ വീട്ടിൽ നിന്ന് വെച്ച് തേങ്ങ 3 കുല തേങ്ങ പറിച്ചിട്ട് അത് പൊതിഞ്ഞടിച്ചിട്ട് കൂമ്പാക്കിയിട്ട് കൊണ്ടുവരലാണ്. അത് രാത്രിക്ക് വെള്ളത്തിലിട്ടിട്ട് വെച്ച് രാവിലെ 4 മണിക്ക് എണീറ്റ് കുളിച്ചിട്ട് തൂക്കുന്നു. തൂക്കെന്ന് പറഞ്ഞാൽ പിന്നെ ഉത്രാടത്തിനും പിന്നെ തിരുവോണം, അവിട്ടം 3 ദിവസം അടുപ്പിച്ചിട്ട് ചെയ്യേണ്ടതാണ്. ഓണം നാളുകളിൽ ചെറുവത്തൂർ കാരിയിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ഇടുവിലാണ് ആചാരപ്പെരുമയോടെ അമ്പെയ്ത്ത് നടത്തുന്നത്. പൊതിച്ച തേങ്ങ വെള്ളത്തിൽ കുതിർത്ത് ചിരട്ട പൊട്ടിച്ചെടുക്കുന്ന വെളുത്ത കാമ്പാണ് ഇടുവിൽ ലക്ഷ്യസ്ഥാനമായി വയ്ക്കുന്നത്. മുള കൊണ്ടുണ്ടാക്കിയ വില്ലും കുരുത്തോലയുടെ ഈർക്കിലിൽ തീർത്ത അമ്പുകളുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇരുന്നു കൊണ്ടുള്ള അമ്പെയ്ത്തിൽ ലക്ഷ്യത്തിൽ അമ്പ് തറയ്ക്കുന്നില്ലെങ്കിൽ ലക്ഷ്യവുമായുള്ള ദൂരം കുറച്ചു കൊണ്ടുവരുന്നതാണ് രീതി. ക്ഷേത്രം ആചാരക്കാരും അവകാശികളും ഉൾപ്പെടെ 10 പേരും കൂട്ടായിക്കാരും ബാല്യക്കാരുമാണ് അമ്പെയ്ത്തിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നവർ കുറഞ്ഞു വരുന്നുണ്ട്. ഇതിൻ്റെ പണി തുടങ്ങുന്നത് കർക്കിടകത്തിൽ 3 ദിവസം കൊത്തും. ഓണം ആദ്യമാണെങ്കിൽ അത് മാറും. അതിനുപ്പെട്ടായിട്ട് 22, 24 ഇങ്ങനെയെല്ലാം കൊത്താൻ തുടങ്ങും. കർക്കിടകത്തിൽ തന്നെ ഏകദേശം പണി തീർക്കും. ഇങ്ങനെയെല്ലാം ഇതിൻ്റെ ചടങ്ങ്. ഇതിൻ്റെ മെയിൻ ആള് കാവക്കാർമാർ, കയറ്റുകാരാണ്. ഈ കൊമ്പ് പൊളിക്കേണ്ടത്, പിന്നെ കൊണ്ട് തൂക്കേണ്ട ചടങ്ങ്, കയറും പൊടിയും കൊണ്ടുവരേണ്ടത്, ഇതെല്ലാം വരുന്നതാണ്. 2-ാം ദിവസം കൂട്ടിയക്കാർമാർന്ന്, 3-ാം ദിവസം കാവക്കാർ വീട്ടിൽ നിന്നാണ് ആക്കേണ്ടത്. അത് കാവക്കാർ വീട്ടിൽ നിന്ന് ആക്കുന്നില്ലെങ്കിൽ പ്രവർത്തിക്കാർമാർ എങ്ങനെ മാറി ചെയ്യും. അത് ഒരാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരവർ വീട്ടിൽ നിന്ന് ആക്കും. ഇങ്ങനത്തെ ഒരു ചടങ്ങാണ്. മെയിനായിട്ടുള്ള ഓണത്തിൻ്റെ ഒരു ആഘോഷം, പഴയകാലത്ത് ആഘോഷം നിലയിൽ ഇതാണ്. അമ്പെയ്ത്ത് പങ്കെടുക്കുന്ന 4 വീട്ടുകാർ, 4 വീട്ടിൻ്റെ അവകാശമാണ് ഇതിൻ്റെ. പിന്നെ കാവക്കാർമാർ, കൂട്ടിയക്കാർ, പ്രവർത്തിക്കാർ. കാവക്കാർമാർക്കാണ് ഇതിൻ്റെ പങ്കാളിത്തം, മെയിൻ ഉത്തരവാദിത്തം കാവക്കാർമാർ. പഴയകാലത്ത് ഗ്രാമീണ സമൂഹത്തിലെ അയോധന അമ്പെയ്ത്ത് പരിശീലന കേന്ദ്രങ്ങളായിരുന്നു ഇത്തരം ഇടുകൾ. കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂർ കാരിയിൽ കൂടാതെ കോവൽ, പിലിക്കോട്, രേരമംഗലം, വടക്കേമ്പാതിൽക്കൽ, പുത്തിലോട്ട് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ഇത്തരം ഇടുകൾ ഇന്നും കാണാമെങ്കിലും ഓണനാളുകളിൽ അമ്പെയ്ത്ത് നടക്കുന്നത് കാരിയിൽ വിഷ്ണുമൂർത്തി ക്ഷേത്ര ഇടുവിൽ മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.